ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഓറഞ്ച് കൊണ്ടുള്ള ജാമാണ്. കുറച്ച് ഓറഞ്ച് ജ്യൂസും കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ജാം ഉണ്ടാക്കാനായി ഞാനിവിടെ 6 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോന് മുകളിൽ ഉണ്ടാവും. ഞാനിവിടെ കിനോ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിനാകുമ്പോൾ കുറച്ച് ജ്യൂസ് കൂടുതലായിരിക്കും. നമ്മൾക്ക് വേണമെങ്കിൽ നാട്ടിൽ സാധാരണ കിട്ടുന്ന നാഗ്പൂർ ഓറഞ്ച് ഉപയോഗിക്കാവുന്നതാണ്. ഓറഞ്ചിന്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരണം. ഞാനിവിടെ ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ വെള്ളം ചേർക്കാതെ ജ്യൂസ് അടിക്കാൻ ശ്രമിക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ജാം ഉണ്ടാക്കി വരുമ്പോൾ വെള്ളം പറ്റി ജാമായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇനി ഇത് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ജാം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് അളന്നൊഴിക്കണം. ഈ ഒരു പാനിലാണ് ഞാൻ ജാം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഓറഞ്ച് ജ്യൂസ് അളന്നൊഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ 6 ഓറഞ്ചിൽ നിന്ന് കറക്റ്റ് 3 കപ്പ് ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. 3 കപ്പ് ഓറഞ്ചിന് അതേ അളവിൽ തന്നെ 3 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ജാമിൻ്റെ ഒരു സ്വീറ്റ്നെസ് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് അളന്നിട്ട് എത്രയാണോ കിട്ടുന്നത് അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നല്ല തിള വരുന്നത് വരെ നമ്മൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ജ്യൂസ് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇത് തിളച്ച് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുന്നതാണ് നല്ലത്. ജാമിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ഓറഞ്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓറഞ്ച് ജ്യൂസിന്റെ തനതായിട്ടുള്ള കളർ ഇത് ചേർത്തില്ലെങ്കിലും ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം കറുവാപ്പട്ട ചേർക്കുന്നുണ്ട്. ഇത് ജാമിന് നല്ലൊരു ഫ്ലേവർ തരാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇട്ടാൽ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കി നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ ഇങ്ങനെ ഇളക്കി എടുത്താൽ മാത്രമേ നല്ല പരുവത്തിനുള്ള ജാമായി കിട്ടുള്ളൂ. ഇപ്പോൾ ജാമിലെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത് ഒരുപാട് കുറുക്കിയെടുക്കാൻ പാടില്ല. തണുത്ത് കഴിയുമ്പോൾ ജാം ഒരുപാട് കട്ടിയായി പോവും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ടിട്ടുള്ള കറുവാപ്പട്ട എടുത്തു മാറ്റാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ തണുക്കുമ്പോൾ കറക്റ്റ് ജാമിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഒരുപാട് കുറുക്കി കഴിഞ്ഞാൽ ജാം കുറേ കട്ടിയായി പോവും. ഇനി നമ്മൾക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാനായി മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. ജാമൊക്കെ ഇവിടെ കറക്റ്റ് തണുത്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു കണക്കിനുള്ള നല്ലൊരു ജാം നമ്മൾക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ജാം
വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.